നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഹോർമുസിനപ്പുറത്തേക്ക് സമുദ്ര ഉപരോധം വ്യാപിപ്പിക്കാൻ ഇറാൻ നീക്കം നടത്തുന്നുണ്ട്. ഹോർമുസിന് പിന്നാലെ തന്ത്രപ്രധാനമായ ബാബൽ മാൻഡേബ് കടലിടുക്ക് ഇറാൻ ലക്ഷ്യമിടുകയാണ്. ബാബൽ മാൻഡേബിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് അറിയിക്കുകയും ചെയ്തു. ആഗോള സമുദ്രപാതയിലെ സുപ്രധാന മേഖലയാണ് ബാബൽ മാൻഡേബ് കടലിടുക്ക്. ഇറാൻ നിയന്ത്രണം ഏറ്റെടുത്താൽ സൂയസ് കനാൽ കടന്നുവരുന്ന കപ്പലുകൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാനാകില്ല. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള സൈനിക നടപടി വിജയിക്കില്ലെന്നും ഹോർമുസിലെ സൈനിക നടപടി അപകടകരവും ചിലവേറിയതുമാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടൽ അന്താരാഷ്ട്ര ഷിപ്പിംഗിൽ കടുത്ത സാമ്പത്തികവും ലോജിസ്റ്റിക്സും ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. ആഗോള വിതരണ ശൃംഖലയിലെ ദുർബലതകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിക്കൊണ്ട് ലോകം ഈ പാതയെ എത്രത്തോളം ആശ്രയിക്കുന്നുവെന്ന് ഗാലിബാഫ് ചോദ്യം ചെയ്തു. ആഗോള എണ്ണ, LNG, ഗോതമ്പ്, അരി, വളം എന്നിവയുടെ എത്ര ശതമാനം ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. പ്രത്യേക രാജ്യങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അത്തരമൊരു തന്ത്രപരമായ നീക്കത്തിന് പ്രത്യേകിച്ച് വിധേയരാകാൻ സാധ്യതയുണ്ടെന്ന് സ്പീക്കർ അഭിപ്രായപ്പെട്ടു. ഏതൊക്കെ രാജ്യങ്ങളും കമ്പനികളുമാണ് കടലിടുക്കിലൂടെ ഏറ്റവും കൂടുതൽ ഗതാഗതം നടത്തുന്നത്? ഇസ്ലാമിക് റിപ്പബ്ലിക് ലിവറേജ് പ്രയോഗിക്കുന്നതിനുള്ള ഏറ്റവും സ്വാധീനമുള്ള വഴികൾ വിലയിരുത്തുന്നുണ്ടെന്നും സൂചിപ്പിക്കുന്ന പോസ്റ്റ് തുടർന്നു. സമുദ്രമേഖലയിലെ ഈ തന്ത്രപരമായ നിലപാട് യുദ്ധക്കളത്തിലെ ഒരു വലിയ ആക്രമണവുമായി ഒത്തുപോകുന്നു. ഇറാനിയൻ സഖ്യസേനകൾ വേവ് 93 എന്ന പേരിൽ തുടർച്ചയായ പ്രതികാര നടപടി ആരംഭിച്ചിട്ടുണ്ട്. അധിനിവേശ പ്രദേശങ്ങളിലെ നിർണായകമായ ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ പ്രസ് TV റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സമീപകാല ശത്രുക്കൾക്കുള്ള നേരിട്ടുള്ള പ്രതികരണമായാണ് ഈ ആക്രമണങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഇത് പ്രാദേശിക ഏറ്റുമുട്ടലിൽ ഗണ്യമായ വർധനവിനെ അടയാളപ്പെടുത്തുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ ഏറ്റവും പുതിയ ഘട്ടം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് നടപ്പിലാക്കിയതെന്ന് പ്രസ് TV റിപ്പോർട്ട് ചെയ്ത ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. വടക്കൻ മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും അധിനിവേശ പ്രദേശങ്ങളുടെ ഹൃദയഭാഗവും ലക്ഷ്യമിട്ടായിരുന്നു ദൗത്യം. മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിനെതിരായ ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രമുഖരായ 2 നേതാക്കളായ സയ്യിദ് ഹസൻ നസ്രല്ലയ്ക്കും ഷെയ്ഖ് അഹമ്മദ് യാസിനും IRGC പ്രവർത്തനങ്ങൾ സമർപ്പിച്ചു. തീവ്രമായ ആക്രമണത്തിൽ പടിഞ്ഞാറൻ ഗലീലി, ഹൈഫ, കാഫർ, കന്ന, ക്രയോട്ട് എന്നിവിടങ്ങളിലെ സൈനിക ഒത്തുചേരലുകളും പോരാട്ട പിന്തുണയുമാണ് കേന്ദ്രങ്ങളും കൃത്യമായി തകർന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വളരെ ഏകോപിതമായ ആക്രമണങ്ങളിലൂടെ ഈ മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സേനകളുടെ സൈനിക ശേഷി കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും പ്രസ് TV കുറിച്ചു. റെയ്ഡിന്റെ സാങ്കേതിക വശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് IRGC ഇത് ഇസ്ലാമിക റെസിസ്റ്റൻസുമായി സംയുക്തമായി നടത്തിയ ശ്രമമാണെന്ന് സ്ഥിരീകരിച്ചു. ഖരദ്രവ ഇന്ധന മിസൈലുകൾ, ദീർഘദൂര ഗൈഡഡ് സൂയിസൈഡ് ഡ്രോണുകൾ എന്നിവയുടെ സംയോജനമാണ് ഈ തരംഗം ഉപയോഗിച്ചത്. സൈനിക കമാൻഡ് പ്രതിജ്ഞയെടുത്ത തുടർച്ചയായി തടസ്സമില്ലാതെ വെടിവയ്പ്പിന് ശേഷം വെടിവെക്കുമെന്നാണ്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ മുൻ നേതാവ് സയ്യിദ് അലി ഖമേനിയും നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും മരണത്തിൽ കലാശിച്ച ഇറാനെതിരെ ഒരു ആക്രമണം ആരംഭിച്ച ഫെബ്രുവരി 28 സംഭവങ്ങളെ തുടർന്നാണ് ഈ വലിയ ആക്രമണം. ഈ പ്രതികാര നടപടികളെ ടെഹ്റാൻ തങ്ങളുടെ ദേശീയ പരമാധികാരത്തിന്റെ നിയമാനുസൃതമായ പ്രതിരോധമായി കാണുന്നുവെന്നും പ്രസ് TV എടുത്തു കാണിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.